മൈക്രോ പ്ലാസ്റ്റിക്കുകൾ മനുഷ്യകുലത്തിന്റെ നാശത്തിന് ഇടയാക്കും എന്ന് പുതിയ പഠനം. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന് പുറമെ കരൾ, വൃക്ക, തലച്ചോർ എന്നീ അവയവങ്ങളിലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. അഞ്ച് മില്ലിമീറ്ററിനേക്കാൾ വലിപ്പം കുറഞ്ഞ പ്ലാസ്റ്റിക് വസ്തുക്കളെയാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. വളങ്ങളിലും കീടനാശിനികളിലും പെയിന്റുകളിലും ഡിറ്റർജന്റുകളിലും കോസ്മെറ്റിക്സിലുമെല്ലാം മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലുകളിലുള്ള കുടിവെള്ളത്തിൽ നിന്നും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിലൂടെയും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഭക്ഷണത്തിൽ കലരുന്നു. പ്രതിവർഷം ശരാശരി 50,000 മൈക്രോ പ്ലാസ്റ്റിക് കണികകൾ ഒരാളുടെ ശരീരത്തിലെത്തുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ൽ മനുഷ്യരക്തത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇപ്പോഴിതാ മനുഷ്യ ശരീരത്തിലെ കരൾ, വൃക്ക, തലച്ചോർ തുടങ്ങിയ അവയവങ്ങളിലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. 3 വർഷം മുമ്പ് മറുപിള്ളയിലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു. ഇവ ക്യാൻസർ, പ്രത്യുൽപാദന തകരാറുകൾ, ഉദരസംബന്ധ രോഗങ്ങൾ തുടങ്ങി മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ മെക്സിക്കോയിലെ ഡോക്ടർ മാർക്കസ് ഗാർസിയയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും പുതിയ പഠനം മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഭാവിയിൽ മനുഷ്യവംശത്തിന്റെ നാശത്തിന് തന്നെ വഴിവെച്ചേക്കാമെന്ന ആശങ്കകളാണ് ഉയർത്തുന്നത്. റിസർച്ച് ഡെസ്ക് 24.